Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wabihi nasta'in. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin, Nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin, wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin, wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മുടെ സംസാരം പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അള്ളാഹു ഏകുന്ന സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ടാകുന്ന ആശ്വാസവും, ആ വിഷയത്തിലേതാനും ചരിത്രങ്ങളും പാഠങ്ങളുമാണ്. അതിൻ്റെ അടിസ്ഥാനമായുള്ള അള്ളാഹുവിൻ്റെ ചില നാമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രവാചകനായി നിയുക്തനാകുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ സംസം കിണർ കുഴിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അത് പല ചരിത്ര ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രാമാണികരായ പണ്ഡിതർ അത് പഠന വിധേയമാക്കി ആ സംഭവത്തെ സഹീഹ് എന്ന് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ ഒരു പാഠം നമ്മൾ മുസ്ലിമീങ്ങൾക്കുള്ളതിനാലാണ് ആ സംഭവം ഇവിടെ ഉണർത്തുന്നത്. നമുക്കറിയാം സംസമിൻ്റെ തുടക്കകാല ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജർ അലൈഹിമുസ്സലാം അവരെ മക്കയിൽ പാർപ്പിച്ചതിൽ പിന്നെയാണ് സംസമിൻ്റെ തുടക്കം. സംസം വറ്റാത്ത, നിലക്കാത്ത, കുറയാത്ത ഒരു ഉറവയായി അത് നിർഗളിച്ചു തുടർന്നു. പക്ഷെ പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തിന് ശേഷം മക്കയിൽ ജുർഹും എന്ന് പറയുന്ന ഗോത്രമാണ് സംസമിൻ്റെയും അതേപോലെ കഅബയുടെയും ഒക്കെ പരിപാലനത്തിൽ ഉണ്ടായിരുന്നത്. കാലപ്പഴക്കത്തിൽ പല വ്യതിയാനങ്ങൾക്കും വ്യതിചലനങ്ങൾക്കും അധാർമികതക്കും വിധേയരായ ജുർഹും മക്കയിൽ നിന്ന് തുരത്തപ്പെട്ടു. മക്കയുടെ നേതൃത്വത്തിൽ ഖുസാഅയെ പോലുള്ളതായ ഗോത്രങ്ങൾ വന്നു. ഏതായാലും ചരിത്രത്തിലൊരിക്കൽ സംസം മൂടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. ജുർഹും ഗോത്രം അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില ആയുധങ്ങളും അതേപോലെ പ്രസിദ്ധമായ 2 സ്വർണത്താലുള്ള മാൻപേടകൾ, അവയുടെ രൂപവുമൊക്കെ ഈ സംസം കിണറിൽ അടക്കി അതിനെ മൂടുകയുണ്ടായി. സംസം പിന്നീട് അറിയപ്പെടാത്ത അവസ്ഥയിൽ തുടരുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് മക്കയിലെത്തി.
അദ്ദേഹം മക്കയിലെത്തി എന്ന് പറയാൻ കാരണം അദ്ദേഹം ജനിച്ചത് മക്കയിലല്ല, അദ്ദേഹം ജനിച്ചത് മദീനയിലാണ്. അന്ന് മദീനയ്ക്ക് യസ്രീബ് എന്നാണ് പേര്. അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ ഹാഷിം മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു കച്ചവടം നടത്തവേ ഒരു യാത്രയിൽ മദീനയിൽ ബനൂ നജ്ജാർ ഗോത്രത്തിൽ നിന്ന് സൽമ എന്ന് പറയുന്ന ഒരു മഹദിയെ കല്യാണം കഴിച്ച് അങ്ങനെ ആ യാത്രയിൽ ഹാഷിം സൽമയുമായി വീടുകൂടി സൽമ ഗർഭിണിയായി. ഹാഷിം യാത്ര തുടർത്തി. ആ യാത്രയിൽ അയാൾ മരണപ്പെട്ടു, അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ. അബ്ദുൽ മുത്തലിബ് അതിനെ തുടർന്ന് പിന്നീട് യസ്രിബിൽ ജന്മം കൊണ്ടു, യതീമായി. അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാർ, അവരുടെ കുടുംബം അദ്ദേഹത്തിന് ഷെയ്ബ എന്ന് പേരിട്ടു. പിന്നെ അബ്ദുൽ മുത്തലിബിനെ, ഈ ഷെയ്ബയെ ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബ് മക്കയിലേക്ക് പിന്നീട് കൊണ്ടുവരികയും അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന് പിന്നീട് ഈ ഷെയ്ബ വിളിക്കപ്പെടുകയാണുണ്ടായത്. അതൊക്കെ വലിയ ചരിത്രം, നമ്മളതിവിടെ വിശദീകരിക്കല്ല. ഏതായാലും അബ്ദുൽ മുത്തലിബിന് വലിയ സ്വാധീനം മക്കയിലുണ്ടായിരുന്നു. സീറയിൽ അല്ലെങ്കിൽ ചരിത്ര കൃതികളിൽ വിവരിക്കപ്പെടുന്നതനുസരിച്ച് അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ നിദ്രയിലാണ്ട് ഉറക്കിലാണ്ട് കിടക്കുമ്പോൾ അദ്ദേഹം ഒരു അശരീരി കേൾക്കുകയാണ്. അത് ഇഹ്ഫിർ ത്വയ്ബ എന്നാണ്, ത്വയ്ബയെ കുഴിക്കാനാണ്. അപ്പം അദ്ദേഹം എന്താണ് ത്വയ്ബ എന്ന് പറഞ്ഞ് ഉറക്കമുണർന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹം പിന്നീട് ഇതേപോലെ മറ്റൊരു അവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇഹ്ഫിർ ബറ, ബറ കുഴിക്കാൻ. ഉറക്കമുണർന്ന അബ്ദുൽ മുത്തലിബ് അവിടെയും പിന്നെ ഒന്നും പ്രതികരണമായി കേൾക്കുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ബറ? പിന്നെ അദ്ദേഹത്തോട് പറയുന്നത് ഇതേപോലെ ഉറക്കത്തിൽ ഇഹ്ഫിർ മദ്നൂന എന്നാണ്, മദ്നൂന കുഴിക്കാനാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം എന്താണ് മദ്നൂന എന്ന് ചോദിച്ച് ആ അശരീരിയോട് പ്രതികരിക്കുമ്പോൾ ശബ്ദമൊന്നും കേൾക്കണില്ല, പ്രതികരണമൊന്നുമില്ല. അതിൽ പിന്നെയാണ് അദ്ദേഹത്തിന് ഒരശരീരി ഉണ്ടാകുന്നത്, ഇഹ്ഫിർ സംസം, സംസം കുഴിക്കാൻ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വമാ സംസം, എന്താണ് സംസം? അപ്പോൾ അതിൽ പ്രതികരണം വന്നു, ലാ തുൻസഫ് വലാ തുദം തസ്ഖിൽ ഹജീജൽ അഅദം എന്ന് തുടങ്ങി അതിൽ പ്രതികരണം വന്നു. ഒരിക്കലും വറ്റാത്ത, ഒട്ടും കുറയാത്ത വലിയ ഹാജിമാരെ, സംഘങ്ങളെ കുടിപ്പിക്കുന്ന സംസം അത് കുഴിക്കാൻ പറഞ്ഞു. ഇവിടെ ത്വയ്ബ, ബറ, മദ്നൂന ഇതൊക്കെ സംസമിൻ്റെ പേരുകളാണ്. വിശിഷ്ടമായത്, വിശുദ്ധമായത് എന്ന അർത്ഥത്തിൽ ത്വയ്ബ, ബറ അനുഗ്രഹീതം എന്ന അർത്ഥത്തിൽ, മദ്നൂന എന്ന് പറഞ്ഞാൽ അമൂല്യമായത് എന്ന അർത്ഥത്തിൽ, പിന്നെ സംസം അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പേര്. ഏതായാലും അബ്ദുൽ മുത്തലിബ് ഈ ഒരു സ്വപ്നത്തിനപ്പുറം അദ്ദേഹത്തിന് വിവരിക്കപ്പെട്ടതനുസരിച്ച് മൂടിക്കിടന്ന സംസം കിണറിൻ്റെ ഭാഗം കുഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഇസാഫ് നായിൽ എന്ന് പറഞ്ഞ 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഖുറൈശികൾ ആ വിഗ്രഹങ്ങൾക്ക് ബലി നടത്തുമായിരുന്നു. ആ ബലി നടത്തുന്ന സ്ഥലത്താണ് കിണറിൻ്റെ സ്ഥാനമുള്ളത്.
അപ്പോൾ ഞങ്ങൾ ബലി നൽകുന്ന ഇടമാണ്, അതുകൊണ്ട് അവിടെ കിളക്കാൻ പാടില്ല എന്ന് ഖുറൈശികൾ ആദ്യം ഗർജിച്ചു. പക്ഷെ അബ്ദുൽ മുത്തലിബ് തൻ്റെ മകൻ അൽ ഹാരിസ് എന്ന മകനോടത്ത്, ആ ഹാരിസ് എന്ന മകനെ അബ്ദുൽ മുത്തലിബിന് അന്നുള്ളൂ. അബ്ദുൽ മുത്തലിബിൻ്റെ ഇതര മക്കൾ, അബ്ദുൽ മുത്തലിബിന് കുറേ മക്കളുണ്ട്, 13 ആൺമക്കളുണ്ട്, 6 പെൺമക്കളുണ്ട്. അതിൽ അൽ ഹാരിസ് എന്ന് പറയുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ ആദ്യ ഭാര്യയായ സമുറ എന്ന സ്ത്രീയിലുണ്ടായ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അൽ ഹാരിസ്. ഈ ഹാരിസിനോടത്താണ് കുഴിക്കണത്. അപ്പോൾ ഖുറൈശികൾ അവിടെ ബഹളം വെച്ചപ്പോൾ ഹാരിസിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അവരെ തടുക്കാൻ. അവരെ കൂട്ടാക്കാതെ അബ്ദുൽ മുത്തലിബ് കിണർ കുഴിച്ച്. കിണർ കുഴിച്ച് കുറച്ചെത്തിയപ്പോഴത്തേക്ക് കിണറിൻ്റെ പാമ്പീരി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഖുറൈശികളുടെ നിറം മാറി, അവരുടെ സ്വഭാവം മാറി. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പിതാവായ ഇസ്മായിലിൻ്റെ കിണറാണ്, അദ്ദേഹം കുഴിച്ചിട്ട കിണറാണ്, ആ സ്ഥലമാണ് നിങ്ങൾ കളക്കുന്നത്, അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്കും പങ്കാളിത്തം വേണം. അബ്ദുൽ മുത്തലിബ് അവരെ ഗൗനിക്കാതെ വീണ്ടും കുഴിച്ചു. അങ്ങനെയാണ് പണ്ട് ജുർഹും അവർ മക്കയിൽ നിന്ന് തുരുത്തി ഓടിക്കപ്പെട്ടപ്പോൾ അവരുടെ ആയുധങ്ങളും അവരുടെ ആഭരണങ്ങളൊക്കെ കുഴിച്ചിട്ടത് അത് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ 2 മാൻകുട്ടികളുടെ രൂപങ്ങൾ സ്വർണത്തിൽ അവർ കുഴിച്ചിട്ടത് പ്രത്യക്ഷപ്പെട്ടു. ഇതോട് കൂടിയിട്ട് കിണറിനും സ്വത്തിനുമുള്ള അവകാശികൾ കൂടി എന്നാണ് തർക്കമായി. ആ തർക്കം ഈ കിണറിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ സ്വത്തിൻ്റെ വിഷയത്തിൽ അബ്ദുൽ മുത്തലിബ് ഖുറൈശികളിൽ ഒരാളാണ്. ഖുറൈശികൾ കുറേ ഉപഗോത്രങ്ങളാണ്. ബനു മഖ്സൂം ഉണ്ട്, ബനു തൈം ഉണ്ട്, ബനു അദി ഉണ്ട്, ബനു അസദ് ഉണ്ട്, ബനു സഹറയുണ്ട്, ബനു ജമാഹ് ഉണ്ട്, ബനു സഹം ഉണ്ട്, ബനു തൈം, ഇങ്ങനെ പല ഗോത്രങ്ങളാണ് ഖുറൈശികൾ. അതിൽ ബനു ഹാഷിം ഒരു ഗോത്രമാണ്, അതിലൊരു മെമ്പറാണ് അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും പങ്കാളികളാക്കണം എന്ന് അബ്ദുൽ മുത്തലിബിനോട് ഇവരാവശ്യപ്പെട്ടു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് കുഴിക്കാനും ഈ കിണറിൻ്റെ വിഷയം നോക്കാനും ഞാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, അതിൽ സ്വപ്നം കണ്ടത് ഞാനാണ്. അതുകൊണ്ട് അതിൽ അദ്ദേഹം ശാഠ്യത്തിൽ നിലയുറപ്പിച്ചു. പക്ഷെ ഖുറൈശികൾ അവർ കലാപമുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പിന്നെ ഒരുങ്ങി. അവസാനം അവർ പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഒരു വിധി തീർപ്പ് വേണം. ആ വിധി തീർപ്പിന് നമ്മൾ ആരെ തരയും, ആരോടടുക്കും? അപ്പം അന്നത്തെ അവരുടെ പതിവ് ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്നുള്ളതാണ്. ജ്യോത്സ്യന്മാർ ബനു സഅദ് ബിൻ ഹുദൈം എന്ന് പറഞ്ഞിട്ട് സിറിയയുടെ ഭാഗത്ത് ഒരു വിഭാഗം ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. പലപ്പോഴും ഖുറൈശികൾ പ്രശ്നം ഉണ്ടായാൽ അന്ന് ജ്യോത്സ്യന്മാരെയാണ് സമീപിക്കുക പ്രശ്നത്തിൽ തീർപ്പുണ്ടാക്കാൻ. ജ്യോത്സ്യന്മാർ നറുക്കിട്ട് പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നതിന് മുമ്പ് നടന്ന ചരിത്രമാണ്. അതുകൊണ്ട് നമുക്ക് ജ്യോത്സ്യന്മാരെ സമീപിച്ച് ജ്യോത്സ്യന്മാരുടെ തീർപ്പെടുക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തു വേണം? ഇവരുള്ളത് ഹിജാസിലാണ്, മക്കയിലാണ്, സിറിയയിലേക്ക് പോകണം. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനെയും ചില കുടുംബക്കാരെയും കൂട്ടി ഖുറൈശി ഗോത്രങ്ങൾ അവരിൽ ചില മെമ്പർമാരെ സെലക്ട് ചെയ്ത് അവരെയും കൂട്ടി ഒരു വിഭാഗം ആളുകൾ ജ്യോത്സ്യന്മാരെ തേടി പുറപ്പെട്ടു. ആ ജ്യോത്സ്യന്മാരെ തേടി പുറപ്പെട്ടപ്പോൾ മരുഭൂമിയിലുള്ള യാത്രയാണ്. ആ മരുഭൂയാത്രയിൽ വെള്ളം കിട്ടാതെ ഇവർ വലഞ്ഞു. അബ്ദുൽ മുത്തലിബ് അടക്കം വലഞ്ഞു. ഒരു തുള്ളി ജലമല്ല, കുറച്ച് ജലമുള്ളവർ പറഞ്ഞ് ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ജീവൽ ഭീഷണിയിലാണ്, എന്തു ചെയ്യും? അതുകൊണ്ട് തന്നെ വെള്ളം തീർന്ന് ആളുകൾ ആ വിജനതയിൽ വലിയ പ്രതിസന്ധിയിലായി. അവസാനം മരിക്കുന്നുള്ള അവസ്ഥ വന്ന്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് തന്നെയാണ് പറഞ്ഞത് ആളുകളോട്, ഓരോരുത്തരും ഓരോ കുഴി കുത്തി അതിൻ്റെ വക്കത്തിരിക്കുക. കാരണം എല്ലാവരും അനങ്ങാൻ വയ്യാതെ ഇരിക്കുകയാണ്. അപ്പം ഇനി മരിച്ചാലോ, മരിച്ചിട്ടുണ്ടെങ്കിൽ മരിപ്പറമ്പിൽ അവിടെ കിടക്കും.
അപ്പോൾ കുഴി കുത്തിയിട്ടുണ്ട് എങ്കിൽ ആദ്യം ആരാണോ മരിക്കണത് അവനെ പിന്നീട് മരിക്കണവൻ ആ കുഴിക്ക് തള്ളുക, മൂടുക. എല്ലാവരും ഇങ്ങനെ പാഴായി മരിച്ചു കിടക്കുന്നതിന് പകരം ഒരാളല്ലേ പാഴാകുള്ളൂ, അവസാനം മരിക്കണ ആൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവർ കുഴി കുത്തി ആ കുഴീൻ്റെ വക്കത്തിരിക്കുക. അപ്പം അബ്ദുൽ മുത്തലിബ് അത്തരുണത്തിൽ പറഞ്ഞത്, വല്ലാഹി ഇന്ന ഇൽഖാന ബി ഐദീന ഹാകദാ ലിൽ മൗത്ത് ലാ നദ്രിബു ഫിൽ അർദ് വലാ നബ്തഗി ലി അൻഫുസിനാ ലഅജ്സുൻ ഫഅസല്ലാഹു അൻ യർസുഖനാ മാഅൻ ബിബഅദിൽ ബിലാദ്. നമ്മൾ നാട്ടിൽ അന്വേഷിച്ച് പുറപ്പെടാതെ, ജലം തേടാതെ ഇങ്ങനെ മരണത്തിന് നമ്മളെ ഇട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ദുർബലതയെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഫഅസല്ലാഹു അൻ യർസുഖനാ മാഅൻ ബിബഅദിൽ ബിലാദ്, അള്ളാഹു നമുക്ക് എവിടെങ്കിലും വെള്ളം കനിഞ്ഞേക്കും. വെറുതെ ഇരിക്കുന്നതിന് പകരം നടന്നന്വേഷിക്കുക. ഈ ഇരുത്തം അത് തികഞ്ഞ ദുർബലതയാണ്. പടച്ചോൻ വെള്ളം കനിഞ്ഞേക്കും, അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം, അന്വേഷിക്കാം എന്ന് പറഞ്ഞ അബ്ദുൽ മുത്തലിബ് ഈ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അപ്പോഴും ഈ ആളുകൾ ആരാദ്യം അനങ്ങുന്നുള്ളിടത്താണ്. അപ്പോൾ ആദ്യം അനങ്ങേണ്ടത് കൂട്ടത്തിൽ ആരാ കാരണവർ? കുറച്ചൊക്കെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് അബ്ദുൽ മുത്തലിബാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി. അബ്ദുൽ മുത്തലിബിനെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഈ സമയം അബ്ദുൽ മുത്തലിബ് തൻ്റെ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ച് ആ ഒട്ടകത്തെ വിരട്ടി. അത് ചലിച്ചപ്പോൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇൻഫജറത് ഐനും മിൻ തഹ്തി ഖുഫിഹാ ബിമാഇൻ ആദബ് എന്നാണ്. ആ ഒട്ടകത്തിൻ്റെ കാൽ കുളമ്പിനടിയിൽ നിന്ന് സ്വച്ഛവെള്ളം നിർഗളിച്ചു എന്നാണ്. സ്വച്ഛവെള്ളം നിർഗളിച്ചു. അതോടുകൂടിയിട്ട് പിന്നെ ഒട്ടകത്തേറ്റ് പോകണമല്ലോ. ആ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ആളുകളൊക്കെ ഒത്തുകൂടി. അങ്ങനെ അവർ ദാഹജലം കുടിച്ചു, ദാഹം തീർത്തു. എല്ലാവരെയും വിളിച്ചു. ആ ചരിത്ര റിപ്പോർട്ടിൽ വായിക്കുന്നത് ഹലുമ്മു ഇലൽമ ഫഖദ് സഖാനല്ലാഹ്, ഇതാ വെള്ളം, വരൂ, അള്ളാഹു നമുക്ക് വെള്ളം നൽകിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും വെള്ളം കുടിച്ചു എന്നാണ് വിഷയം. ഇവരെന്തിനാ പോണത്? സംസം കിണറിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയും അബ്ദുൽ മുത്തലിബിന് മാത്രമാണോ, അതല്ല എല്ലാവർക്കും വീതിക്കണോ എന്നുള്ള ചോദ്യം എന്ന വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനാണ് ജ്യോത്സ്യന്മാരെ തേടി പോണത്, അന്നത്തെ അവരുടെ പതിവ് പ്രകാരം. ഈ ഒരു അവസ്ഥ സംജാതമായപ്പോൾ അവർ പറഞ്ഞു, യാ അബ്ദുൽ മുത്തലിബ് ഖദ് വല്ലാഹ് ഖുദിയ ലക് ഇന്നല്ലദീ സഖാക ഹാദൽ മാഅ ബിഹാദിഹിൽ ഫലാ ഹുവല്ലദീ സഖാക സംസം ഫമാ നഹ്നു ബിമുഖാസിമിക്. അബ്ദുൽ മുത്തലിബ്, അള്ളാഹുവാണ് സത്യം, കാര്യം തീരുമാനിക്കപ്പെട്ടു. ഈ മരിപ്പറമ്പിൻ്റെ വിജനതയിൽ ഇവിടെ ഈ വെള്ളം നിങ്ങൾക്ക് നൽകിയ അള്ളാഹു, ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് സംസം അവിടെ നൽകിയത്. അതുകൊണ്ട് മടങ്ങാം. സംസം അതിൻ്റെത് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഫഹിയലക് ഫമാ നഹ്നു ബിമുഖാസിമുക്, ഒരിക്കലും ഇനി നിങ്ങളോട് തർക്കിക്കാൻ ആ വിഷയത്തിൽ ഞങ്ങൾ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്ത് ചെയ്യണം? അവിടെ നിന്ന് മടങ്ങുകയാണ്. സംസമിൻ്റെ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും അത് അബ്ദുൽ മുത്തലിബിന് തന്നെ എന്ന് പറഞ്ഞു അവർ മടങ്ങി എന്നുള്ളതാണ്. പിന്നീട് സംസം അത് അബ്ദുൽ മുത്തലിബിനായി. സംസമിൻ്റെ വിഷയത്തിൽ പല വകുപ്പുകളുണ്ട്. സിഖായത്ത് അതിലൊന്നാണ്. ഹാജിമാർക്ക് സംസം നൽകുക എന്ന് തുടങ്ങിയ വിഷയങ്ങൾ. അതൊക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരുടെയൊക്കെ ഉത്തരവാദിത്തത്തിൽ അബ്ബാസിനും മറ്റൊക്കെ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ ഞാൻ ഈ ഒരു സംഭവം ഉദ്ധരിച്ചത് മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ നോക്കി, അവർ ജ്യോത്സ്യന്മാരിൽ വിശ്വാസമുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അവർ ജ്യോത്സ്യന്മാരെ തേടി സിറിയയിലേക്ക് പോകുന്നത്.
ആ യാത്രയിൽ അവർ വലിയൊരു പരീക്ഷണ കഴത്തിൽ അകപ്പെടാൻ, കൊടിയ വറുതിയിൽ, ദാഹത്തിൽ, നാശവും മരണവും മുന്നിൽ കണ്ട് സ്വന്തം ശവക്കുഴി കൈകൊണ്ട് തോണ്ടി മരണം മുന്നിൽ കാണുന്ന ഒരു വിഭാഗം ആളുകൾ. അവരിലാണ് നമ്മൾ എന്തിനാണ് നാശത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? അത് അശക്തതയല്ലേ? നമുക്ക് സഞ്ചരിക്കാം, അള്ളാഹു നമുക്ക് വെള്ളം നൽകിയേക്കുമെന്ന് ആ ഒരു പ്രതിസന്ധിയിൽ അവർ പറയുന്നത്, ആ ഒരു പ്രതീക്ഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ മനസ്സ് വെച്ച അവർക്ക് വെള്ളം നൽകി. അബ്ദുൽ മുത്തലിബിന് അതൊരു അത്ഭുതകരമായ വിധം. ഇത് ചരിത്രത്തിൽ സഹിഹായി വായിക്കപ്പെടുന്ന ഒരു അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ വയക്ഷിഫു സൂ. ദുആയിരെന്നാൽ നിർബന്ധിതാവസ്ഥയിലുള്ളവൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? ദുരിതം പോക്കുന്നവൻ ആരാണ്? അതിൻ്റെ ഉത്തരം അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പ്രശ്നം തീർക്കാൻ ജ്യോത്സ്യന്മാരെ തേടി പോയപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ ആ വഴിയിൽ വെച്ചിട്ട് അള്ള തരൂല്ലേ, നമ്മൾ അന്വേഷിക്കണ്ടേ എന്ന് പറഞ്ഞ് അവരുടെ യാത്ര തുടർത്തുന്നത്. വെള്ളം കിട്ടിയപ്പോൾ അള്ളാഹു നമുക്ക് വെള്ളം തന്നു. ഈ വെള്ളം ഈ മരിപ്പറമ്പിൽ വെച്ച് നമുക്ക് നൽകി അള്ളാഹു. അബ്ദുൽ മുത്തലിബ് നമ്മുടെ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിച്ചു. സംസം അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്, ഞങ്ങൾ നിങ്ങളോട് തർക്കിക്കാനില്ല എന്നവർ മനസ്സിലാക്കി. അപ്പം പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ സഹായിയായി, രക്ഷകനായി ആരാണ്? അത് വായിക്കാൻ ഒരു ചരിത്രമാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. വൈയംസസ്കല്ലാഹു ബിദുർറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു ദുരിതമേറ്റാൽ ആ ദുരിതം പോക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. കരയിലെ, കടലിലെ അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? തദ്ഊനഹു തദർറുഅൻ വ ഖുഫിയ. ഭക്തിയിൽ ഭയചകിതമായി, വിനയാന്വിതരായി നിങ്ങൾ അവനോട് ദുആയിരക്കുന്നു. ലൈൻ അൻജാന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഈ ദുരിതത്തിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി കാണിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഖുൽ ഖുലില്ലാഹു യുനജ്ജീകും മിൻഹ വമിൻ കുല്ലി കർബിൻ. അല്ലാഹു പറയുന്നു, ഖുലില്ലാഹ്, പ്രവാചകരെ പറയുക, അള്ളാഹു യുനജ്ജീകും മിൻഹ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. വമിൻ കുല്ലി കർബിൻ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. അത് പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ രക്ഷ, സഹായം അതാരിൽ നിന്ന്? അത് അള്ളാഹുവിൽ നിന്ന്. അതാര് വരെ മനസ്സിലാക്കി? ബഹുദൈവ വിശ്വാസികൾ വരെ മനസ്സിലാക്കി. ഏത് ബഹുദൈവ വിശ്വാസികൾ? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ആൾ വിഭാഗത്തെയാണോ ദഅവത്ത് നടത്താൻ, പ്രബോധനം നടത്താൻ നിയുക്തനായത് പ്രഥമമായി, ആ വിഭാഗം അവരംഗീകരിച്ചിരുന്ന, അറിഞ്ഞിരുന്ന വസ്തുതയാണത്. ഞാനിവിടെ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു അവിശ്വാസിനിയായ ഒരു പെണ്ണ് വന്നു പാർത്തിയിരുന്ന കഥ. അവർ മദീനയാണെന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളന്ന് മദീനത്താണ്, വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. അവർക്കൊരു സംരക്ഷണം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള ഹൈമ ഒരു ടെൻ്റായി പള്ളിയിൽ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചു. തിരുസവിധത്തിൽ വന്നതിന് ശേഷം പിന്നീട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ അവർ ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം മസ്ജിദ് നബവിയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലേക്ക് അകലല്ല, 4 അടി വെച്ചാലായി. അല്ലെങ്കിൽ മസ്ജിദ് നബവിയിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നത് ഹുജറയിലേക്കാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്തിലേക്ക്. ഈ പെണ്ണ്
ഒരു സ്ത്രീ അവർ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയും, വയൗമൽ വിശാഹി മിൻ ആജിബി റബ്ബിന ഇല്ലാ അന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി. ഇത് അവരുടെ ഒരു കവിതയാണ്, ഒരു പോയം. ഈ കവിത അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. വയൗമൽ വിശാഹി മിൻ ആജിബി റബ്ബിന, വിശാഹിൻ്റെ ദിവസം നമ്മുടെ റബ്ബിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയുടെ ദിവസമാണ്. ആ ദിവസമാണ്. എന്നാൽ ഇല്ല അന്നഹു അൻജാനി മിൻ ബൽദത്തിൽ കുഫ്രി, അല്ലെങ്കിൽ മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി, കുഫറിൻ്റെ നാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ആ ദിവസമാണ് എന്ന അർത്ഥത്തിലാണ് അവരുടെ വരി, കവിത. അപ്പോൾ ഇതൊരു തലയും വാലില്ലാത്ത രീതിയിലാണ് ഇതുവരിങ്ങനെ പറയുന്നത്. വിശാഹിൻ്റെ ദിവസം ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ആ ദിവസമാണ് കുഫറിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ഈ പെണ്ണ് പറഞ്ഞത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, എന്താ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ യൗമുൽ വിശാഹ് എന്ന് ചോദിച്ച്. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ഈ പെണ്ണ് പറയാണ്, പ്രായപൂർത്തിയായ പെണ്ണാണ്, ഞാൻ ഒരു അറേബ്യൻ ഗോത്രത്തിൽ, അവർ അവിശ്വാസികളാണ്, ഞാനും അവിശ്വാസിയാണ്, ജോലിക്കാരിയാണ്, അവരുടെ ഒരു വൃത്തിയാണ്. ആ ഗോത്രത്തിൽ ഒരു വീട്ടുകാർക്ക് ഞാൻ വൃത്തിയായി ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ആ വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു വിശാഹ ഉണ്ടായിരുന്നു. വിശാഹ എന്ന് പറഞ്ഞെങ്കിൽ അരപ്പട്ട, അത് തോലിനാലുള്ളതാണ്, അതിൻ്റെ കളറ് ചുവപ്പ്, പിന്നെ അതിൽ തിളക്കമുള്ള മുത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഈ അരപ്പട്ട തിളങ്ങുന്നത്, എന്നാൽ അതിന് ഒരു മാംസത്തിൻ്റെ ലുക്കാണ്. അതവിടുത്തെ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ വിശാഹ് ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു. വിലപിടിപ്പുള്ളതാണ് ഈ അരപ്പട്ട. അത് നഷ്ടപ്പെട്ടപ്പോൾ വീട്ടുകാർ അതിൽ എന്നെ തെറ്റിദ്ധരിച്ചു, ഈ പെണ്ണെടുത്തതാണ്, മോഷ്ടിച്ചതാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഇവർ നിഷേധിച്ചു, അവർ സമ്മതിച്ചില്ല. ഈ പെണ്ണിൻ്റെ മേത്ത് മുഴുവൻ അവർ പരിശോധിച്ചു. എത്രമാത്രം അവരുടെ സൂക്ഷ്മാവയവം വരെ അവർ പരിശോധിച്ചു. അവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളവർക്ക് അവിടെ വരെ അവർ പരിശോധിച്ചു. ഇവർക്ക് അതിൽ വലിയ വേദനയും അതിലവർക്ക് വലിയ പ്രശ്നമുണ്ടായി. ശരി, അവർക്കാണെങ്കിൽ ഒരു കൊതവല്ല, ഒരു കഴിവുമില്ല, കാരണം അവിടുത്തെ ഒരു ജോലിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അനിവാര്യതയിൽ അതിന് നിന്നു കൊടുക്കാനല്ലാതെ ഒരു ഒരവസ്ഥ. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുകയാണ്. ഒരു കഴുകൻ ആ വീടിന് നേരെ പാറി വന്ന് ഈ വിശാഹ് കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ, ഈ സ്ത്രീയുടെ മുമ്പിൽ കഴുകൻ കൊണ്ടുവന്നിട്ട് ഇതിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് വലിയ അത്ഭുതമായി. ഈ വിശാഹ് അവിടെ വീണപ്പോൾ കഴുകൻ അവിടെ കൊണ്ടുവന്നിട്ടതാണ്. അത് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്ത്? ഈ സ്ത്രീയോട് സോറി പറഞ്ഞ്. പക്ഷെ സോറി പറഞ്ഞത് എപ്പോഴാണ്? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം. ആ സ്ത്രീ പറഞ്ഞ്, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ വിടക്കൂല, എന്നെ നിങ്ങൾ യസ്രിബിലേക്ക്, മദീനയിലേക്ക് ആക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അവർ ഇസ്ലാം മനസ്സിലാക്കിയിട്ടോ ഉൾക്കൊണ്ടിട്ടോ ഇല്ല. ഈ സ്ത്രീ അതിൽ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ കൂടല്ല, എനിക്ക് മദീനയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗോത്രക്കാർ നിർബന്ധിതരായി ഈ സ്ത്രീ എന്ത് ചെയ്യുക? മദീനയിലേക്ക് വിടാൻ. അങ്ങനെ ഇവർ മദീനയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിച്ചു. അവർക്ക് താമസിക്കാനുള്ള ഇടം മസ്ജിദ് നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖൈമയാക്കിയിട്ട് ഒരുക്കി. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ താമസം അവിടെ തന്നെയായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് ആയിഷ റളിയല്ലാഹു തആലയെ സമീപിക്കും, സംസാരിക്കും. അപ്പോൾ ഈ കവിത ചൊല്ലും എന്നാണ്, വയൗമൽ വിശാഹി മിൻ ആജീബി റബ്ബിന ഇല്ലാ അന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി. അപ്പോൾ ആ കവിത ചെല്ലാനുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് അവർ പറഞ്ഞതാണ്. ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഈ ചരിത്ര സംഭവത്തെ എടുത്തുദ്ധരിച്ച് പണ്ഡിതന്മാർ പറയുന്നു, നോക്കി, നിങ്ങളൊരു കഴുകൻ മാംസമാണ് എന്ന് വിചാരിച്ചിട്ട് കൊത്തിക്കൊണ്ടായതാണിത്. കഴുകൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എവിടേക്കാ കൊണ്ടുപോവുക? മാംസം എന്ന് വിചാരിച്ചിട്ട് കഴുകൻ കൊണ്ടുപോയതാണ്. ആ കഴുകനെ കൊണ്ട് ആ അരപ്പട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചിടിച്ചു. ആ കുടുംബക്കാരുടെ മുമ്പിൽ
ഈ പെണ്ണിൻ്റെ മുന്നിൽ. ആ പെണ്ണ് അവിശ്വാസിനിയാണ്. പക്ഷെ ആ പെണ്ണിൻ്റെ ഒരു മനസ്സ് അത് അള്ളാഹുവിന് നേരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മൻ യജീബുൽ മുത്തർ, നിർബന്ധിതൻ്റെ വിളിക്ക് ഉത്തരമേകുന്നവൻ ആരാണ്? വയക്ഷിഫു സുഅ, ദുരിതം നീക്കുന്നവൻ ആരാണ്? അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ അവർ അവിശ്വാസിയായിട്ടും പ്രതീക്ഷ വെച്ചപ്പോൾ അള്ളാഹു കഴുകൻ എന്താ അതിൻ്റെ പ്രത്യേകത? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഈ സ്ത്രീക്ക് അനുകൂലമാക്കി, അതിന് നിരപരാധിത്വം തെളിയിക്കുമാർ ഒരു കാരണമാക്കി അതിനെ മാറ്റി എന്നുള്ളതാണ്. ചരിത്രങ്ങൾ ഇതുപോലെ പലതുമുണ്ട്. നമ്മളിതൊക്കെ എന്തിനാണ് മനസ്സിലാക്കുന്നത്? നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ മനസ്സ് വെച്ചാൽ അള്ളാഹുവിനെ അനിവാര്യതകളിൽ നിർബന്ധങ്ങളിൽ വിളിച്ചാൽ അത്തരക്കാരെ സഹായിക്കാൻ, വിളിക്കുത്തരം കേൾക്കാൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മതി. വിളിക്കുന്നവൻ ഇനി അവിശ്വാസിയാണെങ്കിലും ശരി എന്ന് മനസ്സിലാക്കാനാണ്. പക്ഷെ ഈ ഒരു വിവരം അനിവാര്യതകളിൽ വിളിച്ചാൽ, അസന്നിഗ്ധ ഘട്ടങ്ങളിൽ വിളിച്ചാൽ തങ്ങളുടെ വിളി കേൾക്കാൻ മേലായവൻ മതി എന്നുള്ളത് പല മുസ്ലിമീങ്ങളും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലക്കാണ്. അതാണ് അനിവാര്യതകളിൽ അള്ളാഹ് എന്ന് വിളിക്കുന്നതിന് പകരം നേർച്ചക്കാരെ വിളിക്കുന്ന അവസ്ഥ പല മുസ്ലിമീങ്ങൾക്കും വന്നു പണഞ്ഞത് അല്ലേ? അതിലൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകാൻ ഇത്തരം ചരിത്രങ്ങൾ ഗുണപ്രദമാണ്. കപ്പൽ യാത്രകളിൽ കാറ്റിലും തിരമാലകളിലും ഉലഞ്ഞാടുന്ന യാത്രകളിൽ, നിർബന്ധ സാഹചര്യങ്ങളിൽ അള്ളാനെ വിളിച്ചോളിയും എന്ന് അവിശ്വാസികൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ ഈ കടലിൽ അള്ളാഹുവിനെ വിളിച്ചാലാണ് രക്ഷയെങ്കിൽ കരയിലും അള്ളാഹുവിനെ വിളിച്ചാൽ രക്ഷ കിട്ടും, അവനെയാണ് വിളിക്കേണ്ടത് എന്ന് പക്ഷവായന നടത്തിയ ചില അവിശ്വാസികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ കാറ്റിൽ ഉലയുമ്പോൾ, തിരമാലകളിൽ നാശത്തിൻ്റെ വക്കിൽ പ്രതിസന്ധിയിലാകുമ്പോൾ ചില അവിശ്വാസികൾ കപ്പലിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസികളാണ്. കപ്പലിൽ വെച്ചിട്ട് അവർ പറഞ്ഞത് എന്താ? അള്ളാഹുവേ, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മുഹമ്മദിൻ്റെ അടുക്കൽ പോയി സാക്ഷ്യവചനം പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ്. അങ്ങനെ രക്ഷ കിട്ടി തിരുദൂതരുടെ അടുക്കൽ മടങ്ങിയെത്തിയിട്ട് കലിമ ചൊല്ലിയ അവിശ്വാസികളുടെ ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ചിലരുടെ ചരിത്രം അഹ്മദുൽ അമീൻ ഷൻഖീത്തി തഫ്സീറിൽ ഉദ്ധരിച്ചത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് രക്ഷകൻ. അള്ളാഹു ആകുന്നു വിപൽഘട്ടങ്ങളിലും അനിവാര്യതകളിലും നിർബന്ധിതാവസ്ഥയിലും സഹായമർത്ഥിക്കപ്പെടാൻ അർഹൻ. ഇത് അവിശ്വാസികൾ അറിഞ്ഞ യാഥാർത്ഥ്യമാണ്. അവിടം വിശ്വാസത്തിൻ്റെ മേൽവിലാസം പേറുന്നവർക്ക് ആ ഒരു സാക്ഷരത ഇല്ല എങ്കിൽ എത്രമേൽ കഷ്ടമാണ് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരിൽപ്പെട്ടതാണ് അൽ മുഗീസ്, പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നവൻ എന്നർത്ഥം. അതേപോലെ അൽ ഗയ്യാസ്, പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് യഥേഷ്ടം സഹായമേകുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ പേരുകളുണ്ട് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ മുഗീസ്, അൽ ഗയ്യാസ് എന്നുള്ളത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കൂട്ടാക്കിയാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ പെട്ടതാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, വിശേഷണങ്ങളിൽ പെട്ടതാണ് നിർബന്ധിതാവസ്ഥയിൽ വിളിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത്, പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത്. അത് ഇവിടെ പ്രത്യേകം നമ്മൾ വായിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പണ്ട് വിശുദ്ധ മദീനയിൽ അല്ലെങ്കിൽ മദീനയുടെ പരിസര പ്രദേശത്ത് നടന്ന ഒരു മഴക്കെടുതിയുടെ കഥയുണ്ട്. മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി, ആളപായമുണ്ടായി, സ്വത്തുക്കൾ ഒലിച്ചു പോകുന്ന നശിക്കുന്ന അവസ്ഥയുണ്ടായി. ആളുകൾ പാർക്കുന്നിടത്തേക്ക് മറ്റുള്ളവർക്ക് വരാൻ കഴിയാത്ത വിധം വഴി തടസ്സങ്ങളുണ്ടായി മഴയിൽ ജലപ്രവാഹത്താൽ.
അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ ഖാരിജ ഇബ്നു ഹിസ്ൻ അൽ ഫസാരി മദീനയിലേക്ക് വന്നു ഗ്രാമീണതയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ വരുന്നത്. ഖാരിജ ഇബ്നു ഹിസ്ൻ അൽ ഫസാരി വന്നപ്പോൾ മഴ ആവലാതിപ്പെട്ടല്ല വന്നത്, പിന്നെ വരൾച്ച ആവലാതിപ്പെട്ട വന്നത്. മഴയല്ല, വരൾച്ച. ആ വരൾച്ചയിൽ വൃക്ഷലതാദികൾ വരെ ചുകന്നുപോയി എന്നാണ്. കാലികൾ ചത്തൊടുങ്ങി. വലിയ പ്രതിസന്ധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയാനാണ് വന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ സ്ഖിന അല്ലാഹുമ്മ സ്ഖിന അല്ലാഹുമ്മ സ്ഖിന ഗൈസൻ മുഗീസ ഹനീഅൻ മരീഅ എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ആ മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പാണ് മലകൾക്ക് സമാനം കാർമുകിൽ മദീനയെ തേടി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മല പോലെ വന്ന കാർമുകിലിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അത് ചിതറി മാറി. എന്നിട്ട് പിന്നെ അത് മഴയായി പെയ്തു എന്നാണ്. മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് താടിയിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങി. അത്രമേൽ മഴ പെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ മഴ പെയ്തതിനെക്കുറിച്ചുള്ള ഹദീസുകളുടെ വിവിധ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്നത് ثم لم ينزل عن منبره حتى رأيت المطر يتحاذر على لحيته എന്നാണ്. മിമ്പറിന്ന് റസൂൽ ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളം താടിയിലൂടെ വലിച്ചിറങ്ങാൻ തുടങ്ങി. ജുമാ നിസ്കരിച്ചപ്പോഴത്തേക്കോ യുവാക്കൾക്ക് പോലും കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിൽ മഴയായി. മിൻ ഷിദ്ദത്തിൽ മത്തർ, മഴയുടെ തീവ്രത കാരണത്താൽ. അങ്ങനെ ഫഖറജ്ന നഖൂദുൽ മാ ഹത്താ അതൈന മനാസിലന, വീട്ടിലേക്ക് എങ്ങനെ മടങ്ങിപ്പോയത്? വെള്ളത്തിൽ നീന്തിയിട്ട് എന്നാണ്. അങ്ങനെയാണ് പോയത്, മടങ്ങിപ്പോയത്. എന്താ സംഭവിച്ചത്? ഫമുത്തിർന യൗമദാക്, ആ ദിവസം മഴ ചെയ്തു മുഴുവൻ. വമിനൽ ഖദ്, പിറ്റേന്നും മഴ ചെയ്തു. വബഅദൽ ഖദ്, മൂന്നാം നാളിലും മഴ ചെയ്തു. വല്ലദി യലീഹി ഹത്തൽ ജുമുഅത്തൽ ഉഖ്റ, നാലാം നാളും അടുത്ത ജുമുഅ വരേക്കും നീണ്ട തുടർച്ചയായ മഴ. ഒരാഴ്ച മഴ നിന്ന് പെയ്തു എന്നർത്ഥം. ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, വല്ലാഹി മാ റഅയ്ന ശംസ സിത്തൻ, 6 ദിവസം സൂര്യനെ കണ്ടില്ല എന്നാണ്. മാനം മേഘാവൃതം, വമ്പിച്ച മഴ. എന്നിട്ട് എന്താ ഉണ്ടായത്? തഹദ്ദമത്തിൽ ബുയൂത്ത്, വീടുകൾ പൊളിഞ്ഞു. വതഖതഅത്തി സുബുൽ, വഴികൾ അടഞ്ഞു, ആളുകൾ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. വഹാലക്കത്തിൽ മവാശി, കാലികൾ മരിച്ചു. ചിലടത്ത് ഹുദിമൽ ബിനാഉ വഹുരിക്കൽ മാൽ എന്നാണ്, സ്വത്തുക്കൾ മുങ്ങി, വീടുകൾ തകർന്നു. വഹ്തുബിസൽ റുക്ബാൻ, യാത്രാ സംഘങ്ങൾ ഉപരോധിക്കപ്പെട്ടു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയെ ലക്ഷ്യമാക്കി വരുന്ന യാത്രാ സംഘങ്ങൾക്ക് മദീന പ്രാപിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? പ്രളയം, വെള്ളം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് അടുത്ത വെള്ളിയാഴ്ചയും ഈ ആള് തന്നെ വരുന്നത്. ആര്? ഖാരിജ ഇബ്നു ഹിസ്ൻ അൽ ഫസാരി. അങ്ങനെ അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ എണ്ണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് മഴ നിൽക്കാൻ പ്രാർത്ഥിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. 3 തവണ പ്രാർത്ഥിച്ചു എന്നാണ്. എന്താ? മഴ നിലക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. മഴ അള്ളാൻ്റെ റഹ്മത്താണ്, അത് നിലക്കട്ടെ എന്നല്ല. പിന്നെയോ മഴ അന്ന് പെയ്യാതിരുന്ന സ്ഥലം, മഴ പെയ്തത് ആൾപ്പാർപ്പുള്ളയിടത്തും വാസയോഗ്യമായ സ്ഥലങ്ങളിലാണ്. മലകൾ, അതേപോലെ തന്നെ കാടുകൾ, അവിടങ്ങളിലേക്ക് മഴയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മഴയാകാൻ പ്രാർത്ഥിച്ചു.
ആൾപ്പാർക്കുള്ളിടത്തും അതേപോലെ തന്നെ അതിന് വാസയോഗ്യമായ സ്ഥലങ്ങളിലുമുള്ള മഴ അതവിടെ നിന്ന് മാറ്റാൻ, ആൾപ്പാർപ്പില്ലാത്ത എന്നാൽ മഴ ഇല്ലാത്തടത്ത് മഴ ഉണ്ടാകാൻ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു എന്നുള്ളത്. അങ്ങനെ മഴ നിലച്ചു എന്നുള്ളതാണ്. ഹദീസിൽ കാണാം ഫജഅല സഹാബു യതസദ്ദഉ അനിൽ മദീനതി യമീനൻ വശിമാലൻ എന്നാണ്. കാർമുകിൽ അത് മദീനയിൽ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ മാറി മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ യുംതറു മാ ഹൗലന വല നുംതറു ബിൽ മദീനത്തി ഖതറ, ചുറ്റുഭാഗങ്ങളിൽ മഴ പെയ്തു, മദീനയിൽ ഒരു തുള്ളി മഴയില്ലാത്ത അവസ്ഥ അത് സംജാതമായി എന്നുള്ളതാണ്. എന്നിട്ട് റാവി പറയാണ് യുരീഹിമുല്ലാഹ് കറാമത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കറാമത്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു അതിലൂടെ എന്നാണ്. ഞാൻ ഈ ഒരു സംഭവം ഇവിടെ ഉണർത്തിയതും ആദ്യത്തെ ആമുഖം പറഞ്ഞു വച്ചതും എന്തിനാ? നമ്മൾ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏതൊരവസ്ഥകളിലും ഏത് സാഹചര്യങ്ങളിലും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്താണ് പ്രകൃതി പ്രതിഭാസങ്ങളോട് പ്രതികരിക്കേണ്ടത്, പ്രകൃതി പ്രതിഭാസങ്ങളിൽ വർത്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് പ്രതിസന്ധിയിൽ. അത് മഴയില്ലാത്ത പ്രതിസന്ധി വന്നപ്പോഴും ദുആ ചെയ്തു, മഴയാൽ കഷ്ടത ഉണ്ടായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽപ്പെട്ടതാണ്. ഹദീസിൽ കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രശ്നം മൂർജിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിസന്ധി അത് പുകഞ്ഞാൽ, വിഷയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു എന്ന്. ഉടനെ നിസ്കരിക്കാൻ കൈകെട്ടു. ഇപ്പം ഗ്രഹണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന ഒരു തഖ്വീഫ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്താണ് അള്ളാഹു യുഖവ്വിഫു ബിഹിമ ഇബാദഹു എന്നാണ്. ഗ്രഹണം ഉണ്ടാകുമ്പോൾ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരെ പേടിപ്പിക്കുകയാണെന്നാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിച്ചു. പണ്ഡിതന്മാരിലൊരു വിഭാഗം പറഞ്ഞത് ഗ്രഹണം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ അതേപോലെ നിസ്കരിക്കണം എന്നാണ് ചിലർ പറഞ്ഞത്. ഇപ്പോൾ ഭൂകമ്പങ്ങൾ, അതേപോലെ തന്നെ പിന്നെ പ്രളയങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രഹണത്തെ പോലെ നിസ്കരിക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിവേദനം വന്നിട്ടില്ല. പക്ഷേ പ്രതിസന്ധി ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തായിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഗ്രഹണ നിസ്കാരം പോലുള്ള നിസ്കാരമില്ലെങ്കിലും നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് ഇദാ ഹസബഹു അംറുൻ സ്വല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇദാ കറബഹു അംറുൻ ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവെ. ഹയ്യ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ തികഞ്ഞ ശ്രദ്ധയിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യും ഖയ്യൂമാണ്. ആ ഹയ്യും ഖയ്യൂമായ അള്ളാഹുവിനെ വിളിച്ച് അവൻ്റെ റഹ്മത്ത് അവന് വസീലയാക്കി സമർപ്പിച്ച് അവനോട് അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായാർത്ഥന നടത്തുന്നു എന്ന് അള്ളാഹിനോട് തേടുകയാണ്.
ആര്? നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അള്ളാഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗാസ നടത്താണ്, സഹായത്തേട്ടം നടത്താണ്, പ്രതിസന്ധികളിലുള്ള സഹായത്തേട്ടം. അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വിശ്വാസികൾ വേണ്ടതെന്താ? നിസ്കരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുക, ദുആ ചെയ്യുക. ഇതുപോലുള്ളതായ പ്രതിസന്ധികളെ പ്രത്യേകിച്ച് അങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. രക്ഷാമാർഗങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളും ഒക്കെ സ്വീകരിക്കണം. വളരെ പ്രാധാന്യത്തിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടുന്നതായ ചില ഹദീകളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭീതിജനകമാം വിധം മഴയാൽ പ്രളയവും അതേപോലെ കരകവിഞ്ഞൊഴുകുന്ന പുഴകളും എത്രയോ ഡാമുകൾ തുറന്നുവിട്ട് അതൊക്കെ അനിവാര്യതകളാണ്. അതിനാൽ ഉണ്ടാകുന്ന ജലക്കെടുതികളും ജലക്കയങ്ങളും പ്രശ്നങ്ങൾ, വീടുകൾ തകർന്നു വീഴുന്ന നേർക്കാഴ്ചകൾ, മണ്ണിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ, പുഴകൾ ഗതിമാറി ഒഴുകി വീടുകളുള്ളയിടം, ആൾപ്പാർപ്പുള്ളയിടം പുഴകളായി പരിണമിക്കുന്ന ഭീതിതമായ കാഴ്ചകൾ, ആളുകൾ നടുറോട്ടിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും വിധം വെള്ളം റോഡുകളിൽ വരെ. ചില നാടുകൾ ആഴ്ചകളായി വെള്ളത്തിലാണ്. ഒറ്റപ്പെട്ട ജില്ലകൾ, എല്ലാവിധ ബന്ധങ്ങളും മറ്റ് ഒറ്റപ്പെട്ട വീടുകൾ, ആൾക്കൂട്ടങ്ങൾ, ക്യാമറ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥയിൽ പലവിധ രോഗികൾ, നിർധനർ, വലിയ 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 പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് കാണുകയാണ്, വായിക്കുകയാണ്, വാർത്തകളായി കേൾക്കുകയാണ്. ഇവിടെയാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിളിക്കേണ്ട, അവനോട് തേടേണ്ട, അവന് മുമ്പിൽ നമസ്കരിച്ച് പ്രണമിച്ച് അവനുള്ള വിനയാനിതത്വം സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പോയിരുന്നത് എങ്ങനെയാണ് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതഖശ്ശിയാൻ, മുതറസ്സിലൻ, മുതവാദിഅൻ, ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. മുതബദ്ദിലൻ, തീർത്തും അള്ളാഹുവിന് മുമ്പിൽ വിരക്തനായി, ഭക്തിപുരസരനായി, വിനയാന്വിതനായി, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി, ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വരൾച്ച എന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വിട്ടിറങ്ങി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് എത്തുമ്പോൾ റസൂലുള്ളാഹിന്റെ ചിത്രമാണത്. മുതബദ്ദിൽ, മുതഖശ്ശിഅ, മുതദല്ലിൽ, മുതവാദിഅ, ഇങ്ങനെ ഭക്തി പുരസ്സരനായി, വിനയാന്വിതനായി, അള്ളാഹുവിന് മുമ്പിൽ വിരക്തനായി, ഭയചകിതനായി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും വരൾച്ച പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിഗളിക്കാതെ, അഹങ്കരിക്കാതെ വിശ്വാസികൾ, ഇതിനു മുമ്പിലൊക്കെ നിഗളിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കേവലം പ്രകൃതിയുടെ പ്രതിഭാസമായി മാത്രം ചിത്രീകരിച്ച് അങ്ങനെ മാത്രം അതിനെ ഒരു പക്ഷവായന നടത്തി ഇതിലൊന്നും പ്രകൃതിക്കപ്പുറം ഒരു ആത്മീയതയോ ഒരു ധാർമ്മികതയോ മതമോ വായിക്കാതെ കേവല ഭൗതിക പക്ഷവായന നടത്തുന്ന അഹങ്കാരികളുണ്ട്. അവിടെ വിശ്വാസികൾ വേറിട്ട് പെരുമാറുക തന്നെ വേണം. മതം പഠിപ്പിച്ച, ദീൻ പഠിപ്പിച്ച അദബുകൾ, അത് ഇതുപോലുള്ളതായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അനിവാര്യതകൾ, നിർബന്ധ സാഹചര്യങ്ങൾ, അസന്നിഗ്ധ ഘട്ടങ്ങൾ അത് പിറക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് അതിനോട് പെരുമാറേണ്ടത്. ദുആ മുഖ്യ ആയുധാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ വിളിച്ചാൽ, ഇരന്നാൽ അവൻ
രക്ഷകനാണ്. അതുകൊണ്ട് മേലായവനെ വിളിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മഴക്കെടുതിയിൽ ആളുകൾ ഒറ്റപ്പെട്ടപ്പോൾ, വഴികൾ തടസ്സപ്പെട്ടപ്പോൾ, സ്വത്തുക്കൾ മുങ്ങിയപ്പോൾ, കാലികൾ മുങ്ങി നശിച്ചപ്പോൾ, ആളുകൾക്ക് ജീവഹാനി നേരിട്ടപ്പോൾ, വീടുകൾ പൊളിഞ്ഞു വീണപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഹവലൈന വല അലൈന എന്ന് പറഞ്ഞ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കുകയാണ് ചെയ്തത്. വിഷയങ്ങൾ, പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരന്ന് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറഞ്ഞ് അതിനോട് പ്രതികരിക്കുമായിരുന്നു. ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിവാഹം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ആരാ? ക്രൂരനായൊരു ഭരണാധികാരിയാണ്. ആ ക്രൂരനായ ഭരണാധികാരിയുടെ ജീവിത സഖിയായിട്ടാണ് അഹ്ലുൽ ബൈത്തിൽ നിന്ന്, നബി കുടുംബത്തിൽ നിന്ന് ഒരു മഹദി പോകേണ്ടി വരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിൻ്റെ മകൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ ഭാര്യയാകാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയാണ് ഈ ഹാഷിമീയത്തിനെ, അഹ്ലുൽ ബൈത്തിലെ മെമ്പറെ അവിടെ കേൾപ്പിക്കണേ. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം. എന്താ വിഷയം? ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രശ്നം, അത് ഒരു പ്രതിസന്ധിയായി ഭവിച്ചാൽ നബി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിസന്ധികളിൽ ദുആകളിൽ ഒരു ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയുടെ പ്രശ്നങ്ങളിലെ ദുആ ഇതാണ്. ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ മഹദി ഹജ്ജാജിനോടൊപ്പമുള്ള ആ ഉടമ്പടിക്കപ്പുറം വീട് കൂടാൻ പോകുന്നതിന് മുമ്പ് ഈ ദുആ ചെയ്തു എന്നാണ്. ഹജ്ജാജിന് ഇവരെ പ്രാപിക്കാനായില്ല എന്നുള്ളത് ചരിത്രം. ഹജ്ജാജ് ഇവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി. അതിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് അന്നത്തെ ഭരണാധികാരി ഈ സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. ഏതായാലും ആ ഒരു ദുആ ഫലം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ആ ഒരു ദുആ അവർ നിർവഹിച്ചപ്പോൾ അത് ഫലം കണ്ടു. വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് രക്ഷയും മോക്ഷവും ഉണ്ടായി എന്നുള്ളത് ചരിത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ആ പ്രതിസന്ധിയിലെ ദുആ. ഞാൻ പറഞ്ഞു വരുന്നത്, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിഷയങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ നമ്മളെ കുറേ അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ ആ അദബുകളെ പ്രചരിപ്പിക്കണം, അത് പ്രയോഗവൽക്കരിക്കണം. ലോകരെല്ലാവരും ഇങ്ങനെ ലോകരെ പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, പേമാരികളിൽ, പ്രളയങ്ങളിൽ അതിലെ കാഴ്ചകൾ കാണാനും അത് ക്യാമറയിൽ പകർത്താനും അതേപോലെ അത്ഭുതങ്ങൾ കണ്ടു നടക്കാനും ഇറങ്ങിത്തിരിക്കുന്ന അവസരത്തിൽ മുസ്ലിമീങ്ങളും അങ്ങനെയാണ്. ഓരോ നാളും അവസ്ഥകൾ ഭീതിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലവിധ പകർച്ചവ്യാധികളുടെയും അതേപോലെ തന്നെ കൂടുതൽ പ്രശ്നങ്ങളുടെയും അറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കണം? വിശ്വാസികൾ പ്രതികരിക്കേണ്ടത്, അതിൻ്റെ മാതൃക എല്ലാ വിഷയങ്ങളിലും വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഹദിയുണ്ട്, മാതൃക ഉണ്ട്. ആ മാതൃക ഉൾക്കൊണ്ടിട്ടാണ് വിശ്വാസികൾ പ്രതികരിക്കേണ്ടത്. അതേപോലെ പ്രശ്നങ്ങൾ വഴിമാറാൻ, പ്രതിസന്ധികൾ പോകാൻ സഹായഹസ്തങ്ങൾ, ദാനധർമ്മങ്ങൾ അതൊരു വലിയ ആയുധമാണ്. സഹായഹസ്തങ്ങൾ നീട്ടാനും ദാനധർമ്മങ്ങൾ നിർവഹിക്കുവാനും മൂക്കിന് താഴെ ധാരാളം അവസരങ്ങളുള്ള ഒരു സന്ദർഭമാണ് വിശിക്ഷ നമ്മുടെ കേരളക്കരയിൽ ഇപ്പോഴുള്ളത്. അതിൽ പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമല്ല. എല്ലാവരും ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥകളിൽ മനുഷ്യപ്പറ്റുള്ളവരായി സഹായഹസ്തങ്ങൾ നീട്ടുക
ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ തൃപ്തി അരുളപ്പെടാൻ കരണീയമാണ്. സനാഇഉൽ മഅറൂഫ് തഖി മസാരിഅ സൂ എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൽപ്രവൃത്തികൾ, നന്മയുടെ പ്രവൃത്തികൾ, അത് മോശമായ പതനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്നൊക്കെ മനുഷ്യന് രക്ഷയേകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിൻ്റെ അറിവിൽപ്പെട്ട കൂട്ടുകുടുംബാദികളെ, സുഹൃത്തുക്കളെ ഒക്കെ ഈ വിഷയത്തിൽ നമ്മൾ ബോധവൽക്കരിക്കണം, അവരെ ഉത്ബോധിപ്പിക്കണം. അവർ ഉള്ള ആ ഒരു പ്രതിസന്ധിയിൽ അവരുടെ അവസ്ഥ അവർക്കേ അറിയൂ. പക്ഷേ എന്നാലും ഇസ്ലാമികമായ ഈ നിദർശനങ്ങൾ, അധ്യാപനങ്ങൾ, ഹദീയുകൾ അതവരെ അറിയിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന ഫദക്കിർ ഫൈന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഉത്ബോധനം ഉപകരിക്കും. ചിലപ്പോൾ ഉത്ബോധനം മറന്നേക്കും, പക്ഷേ ഉത്ബോധനം അവർക്ക് നേരെ ഉണ്ടായാൽ അതിൽ ഉണർവുണ്ടാവുകയും അങ്ങനെ അവർ ആ ഉത്ബോധനത്തിന് വിധേയരായിട്ട് ഇത്തരം അപകടാവസ്ഥകളോട് പ്രതികരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാകും. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗയ്യാസാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഗീസാണ്. വിപൽഘട്ടങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നവനാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അത് അവർ അള്ളാഹുവിനെ വിളിച്ചാൽ ഇസ്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായത്തിന് വേണ്ടി തേടിയപ്പോൾ അവൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഓർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വിശ്വാസികളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിലൂടെ അനുസ്മരിച്ചത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. ബദറിൻ്റെ യുദ്ധനാളിൽ മുഅ്മിനീങ്ങൾക്കുണ്ടായ അള്ളാഹുവിൻ്റെ സഹായം, മുഅ്മിനീങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ ന്യൂനപക്ഷമായി ബദറിൽ നിരായുധരായി ഇറങ്ങിയപ്പോൾ ആ പ്രതിസന്ധിയിലാണ് അവർ അള്ളാഹുവിനെ വിളിച്ച് സഹായം തേടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ബദരീങ്ങളെ സഹായിച്ചത് നമ്മൾ വായിക്കുന്നു ചരിത്രത്തിൽ. അപ്പോൾ ആ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷകനായി, സഹായിയായി ഉപരിയിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആ മേലായവനെ ആശ്രയിക്കുക, അവനെ അവലംബിക്കുക, അവനിൽ തവക്കുലാക്കുക, അവൻ മതി എന്ന ആ വിഷയത്തിൽ നമ്മൾ തൃപ്തരാവുക. മേലായവൻ എല്ലാ നന്മകളിലേക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി, തുണയേകി അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനേറ്റ കെടുതിയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ആശ്വാസം പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് ഏകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിലും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം എത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.